ലവ് രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം 43. അമ്മയും താനും മാത്രം വീട്ടിലുള്ളപ്പോൾ അമ്മ ജോലിയൊക്കെ ചെയ്ത ശേഷം അരുണിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഹാളിലെ സോഫയിൽ വന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം സദാസമയവും അമ്മയും അവളും തമ്മിൽ വർത്തമാനവും കളിയും ചിരിയുമാണ്. എന്തുമാത്രമാണ് അമ്മ തന്നെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതെന്നായിരുന്നു അരുൺ അപ്പോൾ ചിന്തിച്ചത്. അമ്മയ്ക്കും എല്ലാവരോടും സന്തോഷത്തോടെ ഇടപഴകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കില്ലേ? താൻ കാരണമായിരിക്കും അമ്മ അതൊക്കെ ഉള്ളിൽ തന്നെ വെച്ച് അങ്ങനെ നടക്കുന്നത്. അമ്മയെ അരുണേട്ടൻ ഒരുപാട് തവണ അന്വേഷിച്ചു. ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. അമ്മ ഒന്ന് പോയി തിരക്കി നോക്കാവോ? അടുക്കളപ്പുറത്തിരുന്ന് കീർത്തിയുടെ തല ചിക്കി കെട്ടുമ്പോഴാണ് അവൾ നന്ദിനിയോട് പറഞ്ഞത്. ഞാനത് മറന്നു. ഇന്നവനെ കുളിപ്പിക്കുന്ന ദിവസമാണ്. വീൽ ചെയറിലിരുത്തി കുളിമുറിയിലാക്കി കൊടുത്താൽ മതി. എന്നാൽ അമ്മ അങ്ങോട്ട് ചെല്ല്, കീർത്തി പറഞ്ഞു വിടുമ്പോൾ നന്ദിനി വേഗം എഴുന്നേറ്റ് അരുണിൻ്റെ റൂമിലേക്ക് പോയി. അമ്മയെ ശുശ്രൂഷിക്കാൻ കൂടിയതിൻ്റെ പിന്നെ സിസ്റ്റർ എന്നെ മറന്നു. അശ്വിൻ്റെ അമ്മ ഉറങ്ങുന്നത് കണ്ട് ക്യാബിനിൽ വന്ന ചാരുവിനെ കണ്ടപ്പോൾ അശ്വിൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കൊച്ചു പിള്ളേരെ പോലെ മുഖവും വീർപ്പിച്ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. അവൾ മുന്നിൽ വന്നിരുന്നിട്ട് പോലും അവൻ കണ്ട ഭാവം കാണിച്ചില്ല. ചാരു അല്പനേരം അവിടെ തന്നെ ഇരുന്നു. അശ്വിൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. തന്നെ മൈൻഡ് പോലും ചെയ്യാതെ മൊബൈലിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് ഫോണെടുത്ത് വിനോദിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഏട്ടാ, ഫ്രീ ആണോ? കഴിച്ചോ? എന്താടി പതിവില്ലാതെ ഒരു സുഖാന്വേഷണം? അവനുമായി അടിച്ചു പിരിഞ്ഞോ? മൊത്തത്തിൽ എന്നെ പതപ്പിക്കുകയാണല്ലോ. അതെന്തൊരു ചോദ്യമാ ചോദിക്കുന്നത്? ഏട്ട ഒരു കപ്പ് ചായ കുടിക്കാൻ വിളിച്ചാലും ഞാൻ വരില്ലേ? എടി ദ്രോഹി, അതിന് ഞാൻ നിന്നോട് ചായ കുടിക്കാൻ വരുന്നുണ്ടോ എന്നാണോ ചോദിച്ചത്? നീ അവനെ കൊണ്ട് എന്നെ കൊല്ലിക്കുമോ? അതിനെന്തെങ്കിലും സംശയമുണ്ടോ എൻ്റെ ഏട്ടന്? ഇന്നിപ്പോൾ എന്താ പുതിയ കാരണം? അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണമോ ഏട്ടാ? കുറച്ചു നേരം അശ്വിൻ ചാരുവിനെ തന്നെ നോക്കിയിരുന്നു. അവൾക്ക് തന്നോട് സംസാരിക്കാനാണ് സമയമില്ലാത്തത്. അവൻ്റെ മുഖം വീണ്ടും വീർത്തു കുത്തി. എൻ്റെ കുഞ്ഞെ, അവനെ ഇങ്ങനെ ഇട്ട് വട്ടാക്കാതെ നീ ഫോൺ വച്ചേ. അവനെ നിനക്കറിയില്ല. അവൻ 2 തന്നാൽ പൊന്നുമോള് താങ്ങൂല. ഞാൻ വയ്ക്കുക. എൻ്റെ തടിയിൽ എനിക്ക് നല്ലോണം പേടിയുണ്ട്. അതും പറഞ്ഞുകൊണ്ട് വിനോദ് ഫോൺ വെച്ചപ്പോൾ ചാരു ചിറികൊട്ടി പുച്ഛിച്ചു. ഓ പിന്നെ ഡോക്ടറെ ആർക്കാ ഇവിടെ എത്ര പേടി? എനിക്കില്ല. പിന്നെ ഞാൻ അല്പം പേടി കാണിക്കുന്നു എന്നല്ലേ, അതില്ലാതെ അതിനർത്ഥം പേടി എന്നല്ല. എന്നാൽ ഏട്ടൻ വച്ചോ, എനിക്ക് അമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കാനുള്ള സമയമായി. ഞാൻ ചെല്ലട്ടെ? അവൾ സ്വാഭാവികമായും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്. അപ്പോഴേക്കും അശ്വിൻ്റെ നോട്ടം അവൾക്ക് നേരെ വന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ നിന്ന് കൂടുതൽ വെറുപ്പിക്കേണ്ടെന്ന് കരുതി അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്നാണ് 2 കൈകൾ വന്ന് അവളെ ചുറ്റിയെടുത്തത്. പിന്നീട് അത് ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ചുണ്ടിൻ്റെ കോണിൽ വിരിഞ്ഞ ചിരി അവൻ കാണാതെ അവൾ സമർത്ഥമായി ഒളിപ്പിച്ചു. അവളെയും കൊണ്ട് അശ്വിൻ നേരെ ചുമലിലേക്ക് ചാരി. എന്താടി നിനക്ക്? ഈ ഇടയെ അല്പം കൂടുതലാണല്ലോ. എന്നെ ഒരു മൈൻഡില്ല അവൾക്ക്, പറഞ്ഞുകൊണ്ട് പെണ്ണിൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി തൻ്റെ ദേഹത്തേക്ക് ഒട്ടിച്ചു വെച്ചു. അവളുടെ മാർദ്ദവങ്ങൾ അവൻ്റെ നെഞ്ചിലമരുമ്പോൾ ഇരുവരും ഒന്നുപോലെ പുളഞ്ഞുപോയി. പെട്ടെന്നാണ് അശ്വിൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചത്. അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അവളുടെ കഴുത്തിലേക്ക് അമർന്നപ്പോൾ പെണ്ണിൻ്റെ കൈ അവൻ്റെ മുടിക്കുള്ളിൽ ചുറ്റിപ്പിടിച്ചു. അശ്വിൻ മറ്റെന്തോ ലോകത്തായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പിൻ്റെ താളം അത്രത്തോളം അടുത്ത്. വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് കഴുത്തിടുക്കിൽ അവൻ്റെ നാവ് ചെന്ന് തൊട്ടപ്പോൾ അവൾ പെരുവിരലിൽ ഉയർന്നുപോയി. അച്ചുവേട്ടാ. അശ്വിൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖമമർത്തി. വാവേ. ചുവന്നുപോയ പെണ്ണിൻ്റെ ചുണ്ടിൽ അവൻ ചുണ്ടു ചേർത്ത് ആവേശത്തിൽ നുണഞ്ഞെടുത്തു. അപ്പോഴത്തെ അവൻ്റെ ഭാവം തികച്ചും വന്യമായിരുന്നു. ചുണ്ടിൽ നിന്നും നാവിലേക്ക് പടർന്നു കയറി തൻ്റെ ജീവനെപ്പോലും അവനിപ്പോൾ ഊർന്നെടുക്കുമെന്നവൾക്ക് തോന്നിയപ്പോൾ അത്രയും നേരം അവൾ തന്നെ ചുറ്റിപ്പിണയുന്ന പോലെ അറിയാത്ത അനുഭൂതിയിൽ അടിവയറിൽ മഞ്ഞു തുള്ളി വീണു. എങ്കിലും ഇനിയും ഇത് സഹിക്കാൻ വയ്യ. അവൾ ബലമായി അവനെ തള്ളി മാറ്റി. അവളുടെ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടമാകാതെ അശ്വിൻ പെണ്ണിനെ തന്നെ നോക്കുമ്പോൾ മുഖവും കവിളും ചുണ്ടും ചുവന്ന് തുടുത്ത് ശ്വാസം വലിക്കാൻ പോലും പാടുപെടുന്നത് പോലെ കണ്ടു. അവനടുത്തേക്ക് ചെന്നതും പരിഭവവും പിണക്കവും കൊണ്ട് അവൾ മുഖം വീർപ്പിച്ചു. താൻ എന്നെ കൊല്ലാൻ നോക്കുകയായിരുന്നോടോ കാലമാടാ. ഇപ്പോൾ മനുഷ്യൻ്റെ ജീവൻ പോയേന്. സോറി വാവേ, പെട്ടെന്നുള്ള ആവേശത്തിൽ അങ്ങ് പറ്റിപ്പോയി. അതൊക്കെ പോട്ടെ, ഇതിനിടയിൽ എന്നെ എന്തോ ഒന്ന് വിളിച്ചായിരുന്നല്ലോ, ഞാനത് ശ്രദ്ധിച്ചില്ല. കുറുമ്പോട് കൂടി പറയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനൊന്നും വിളിച്ചില്ല. അങ്ങനെ അല്ലല്ലോ, ഞാനെന്തോ കേട്ടതാണ്.
ഞാൻ പോകുന്നു, അമ്മ ഇപ്പോൾ ഉണർന്നു കാണും പറഞ്ഞുകൊണ്ട് ചാരു വേഗം ക്യാബിനിൽ നിന്നും ചാടി ഇറങ്ങി. ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവളെ അശ്വിൻ തൻ്റെ കൈപ്പടിയിൽ ഒതുക്കിക്കൊണ്ട് പിന്നെയും അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടിലേക്ക് നോട്ടം പായിച്ചു. എനിക്ക് മതിയായില്ലടി, ഒന്നുകൂടെ. പെരുവിരൽ ചുണ്ടിൽ തഴുകിക്കൊണ്ട് അശ്വിൻ പറഞ്ഞു. വേണ്ട പ്ലീസ്. അത്രയും അടുത്ത് അവളുടെ ചെവിയോരം തൻ്റെ ചുണ്ട് മുട്ടിച്ചുകൊണ്ട് അശ്വിൻ്റെ നിശ്വാസം പതിഞ്ഞപ്പോൾ അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അശ്വിൻ അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് തുടങ്ങിയപ്പോൾ പെണ്ണിൻ്റെ കണ്ണ് കൂമ്പി അടഞ്ഞുപോയി. അത്രയും പതിയെ അവളെ വേദനിപ്പിക്കാതെ അശ്വിൻ ചുംബനത്തോടൊപ്പം ഇക്കുറി കൈവിരലുകൾ കൂടി അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ ചാരു അവനിൽ നിന്നും കുതറി മാറി തുടങ്ങി. എന്നാൽ അശ്വിൻ അവളെ ഉയർത്തി ടേബിളിൽ കിടത്തി കർട്ടൻ വലിച്ചിട്ടു. പെണ്ണിൻ്റെ കഴുത്തിലൂടെ ചുണ്ടുകൾ പായുമ്പോൾ കൈവിരൽ അവളുടെ മാർദ്ദവങ്ങളെ തേടി. കൈ പതിയെ അമർത്തിയതും ചാരു അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. അവനെ ദയനീയമായി നോക്കുമ്പോൾ അശ്വിൻ കണ്ണുകൾ ഉയർത്തി ചാരുവിനെ നോക്കി. അവളുടെ മുഖം കണ്ടപ്പോൾ വേഗം അവളിൽ നിന്നും മാറി. ചാരു വേഗം എഴുന്നേറ്റ് ഡ്രസ്സ് നിറയാക്കി. സോറി സിസ്റ്റർ. അശ്വിന് ചാരുവിനെ ഫേസ് ചെയ്യാൻ മടി തോന്നി. അത് മനസ്സിലാക്കിയ ചാരു പിന്നിലൂടെ ചെന്നവനെ പുണർന്ന് പിടിച്ചു. എന്നോടല്ലേ? ഒരു നിമിഷം കൊണ്ട് അശ്വിൻ അവളുടെ നേർക്ക് തിരിഞ്ഞ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ അല്ലേ? എൻ്റെ മാത്രം. കുറച്ച് സമയം കൂടി രണ്ടുപേരും പുണർന്നു നിന്നു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അശ്വിൻ കരസേരയിൽ ചാരി കണ്ണും അടച്ചിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ചാരുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ശരീരം മുഴുവനും ഇപ്പോഴും അവൻ്റെ ഗന്ധമാണ്. ഭാരമില്ലാത്ത അപ്പുപ്പത്താടി പോലെയാണിപ്പോൾ ശരീരം. പാറി പറക്കാൻ തോന്നുന്നു. അമ്മയുടെ റൂമെത്തി നോക്കുമ്പോൾ അമ്മ ഉണർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത തളർച്ചയോടെ അവളും തൊട്ടടുത്ത ബെഡിൽ കയറി കിടന്നു. കുളി കഴിഞ്ഞ് വീൽ ചെയർ ബാത്റൂമിൽ നിന്ന് തള്ളി ഇറക്കുന്നതിനിടയിൽ നന്ദിനിയുടെ പിടിവിട്ട് വീൽ ചെയർ അല്പം മുന്നിലേക്ക് ആഞ്ഞു. എന്നാൽ അരുൺ കൈകൊണ്ട് നിയന്ത്രിച്ചതുകൊണ്ട് വീഴ്ച ഒഴിവായിയെങ്കിലും നന്ദിനി പിന്നിലേക്ക് മറിഞ്ഞു വീണുപോയി. അമ്മേ അമ്മേ. അരുൺ വെപ്രാളപ്പെട്ട അമ്മയുടെ അടുത്തേക്ക് വന്ന് നിലവിളിക്കാൻ തുടങ്ങി. അതല്ലാതെ അവരെ ഉയർത്താൻ അവന് കഴിഞ്ഞില്ല. കണ്ണുനീർ കണ്ണുകളെ മറച്ച് കവിളിലൂടെ ഒഴുകി. ഒരു മകൻ്റെ മുഴുവൻ നിസ്സഹായാവസ്ഥയും അവനിൽ ഉറഞ്ഞുകൂടി. മുറിയിൽ നിന്നുള്ള ഒച്ചയും വിളിയും കേട്ടുകൊണ്ടാണ് കീർത്തി അരുണിൻ്റെ റൂമിലേക്ക് വന്നത്. അകത്തേക്ക് കയറാൻ ആദ്യം ഒന്ന് മടിച്ചുവെങ്കിലും വീൽ ചെയറിലിരിക്കുന്ന അരുണിനെയും നിലത്ത് കിടക്കുന്ന അമ്മയെയും കണ്ടപ്പോൾ അവൾ ഓടിയെത്തി. അമ്മയെ. നിലത്ത് കിടക്കുന്നവരുടെ മുഖത്ത് തട്ടി വിളിക്കാൻ തുടങ്ങി. അനക്കമില്ലെന്ന് കണ്ട ഉടനെ തന്നെ അല്പം വെള്ളം കൈകളിൽ നിറച്ച് അവരുടെ മുഖത്തേക്ക് തളിച്ചു. കവിളിൽ പതിയെ തട്ടി. കൃഷ്ണമണികളുടെ ചലനം അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ടു. കണ്ണ് ചിമ്മി തുറന്നു നോക്കുമ്പോൾ ആദ്യം നോക്കിയത് അരുണിനെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കീർത്തിയും അപ്പോഴാണ് അവനെ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. നന്ദിനി എഴുന്നേറ്റ ഉടനെ അവൻ്റെ വയറിലേക്ക് മുഖമമർത്തി ഏങ്ങിക്കരഞ്ഞു. പൊന്നുമോനെ, അമ്മയ്ക്ക് ഒന്നുമില്ലടാ, എൻ്റെ കുഞ്ഞു കരയല്ലേ. ആ കാഴ്ച ശരിക്കും പറഞ്ഞാൽ കീർത്തിയുടെ നെഞ്ചിനെയും പിടിച്ചു കുലുക്കി കളഞ്ഞു. അമ്മ പിന്നെയും എന്തൊക്കെയോ മുഖമിട്ടൊരസി പറഞ്ഞെങ്കിലും അരുൺ കണ്ണു തുറന്നില്ല. അവൻ്റെ ശ്വാസഗതി പോലും വല്ലാതെ ഉയർന്നിരുന്നു. കീർത്തിയും ആ കാഴ്ച കണ്ട് കരഞ്ഞുപോയി. ഒരു വിധത്തിൽ നന്ദിനെ ആശ്വസിപ്പിച്ച് മാറ്റി ഇരുത്തി അരുണിനെ ബെഡിനടുത്തേക്ക് കൊണ്ടുപോയി അവനെ ബെഡിൽ കിടക്കാൻ സഹായിച്ചു. അല്പസമയം അമ്മയ്ക്കും മകനും മാത്രമായി വിട്ടുകൊടുത്തുകൊണ്ട് അവൾ ആ മുറിക്ക് പുറത്തേക്കിറങ്ങി. അരുണിൻ്റെ സങ്കടം കണ്ട് നിൽക്കാനാവാതെ നന്ദിനി അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് മുഖത്തും കഴുത്തിലുമൊക്കെ തലോടി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരുന്നാൽ മാത്രം മതി. ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണമ്മേ. ഈ കിടപ്പിൽ ഞാൻ അമ്മയെയും വാവയെയും ഇപ്പോൾ അവളെയും ബുദ്ധിമുട്ടിക്കുന്നില്ലേ? നിസ്സഹായനായി പോകുന്നു അമ്മേ ഞാൻ. എനിക്ക് ഒന്നിനും കഴിയാതായി പോകുന്നു. അങ്ങനെ ഒന്നും പറയല്ലേ കുഞ്ഞേ. നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് നിൻ്റെ ജീവിതം അതൊക്കെ കണ്ടിട്ട് വേണം അമ്മയ്ക്ക് സമാധാനമായി മരിക്കാൻ. ഇല്ലമ്മ, എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. ഈ കിടപ്പ് കിടക്കുന്ന ഞാൻ എങ്ങനെയാ അമ്മ അവളെ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റുന്നത്? ഇനി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടരുതെന്ന് അമ്മ അവളോട് പറയണം. തൻ്റെ മകൻ്റെ ദയനീയ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലോ കീർത്തിയോട് അവൻ പറഞ്ഞതൊന്നും തന്നെ പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം അത്രമാത്രം അരുണിൻ്റെ ജീവിതത്തിലേക്ക് കീർത്തി കടന്നു വരണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അമ്മയോട് സത്യം പറയുമോ അരുൺ? നിനക്കൊരിക്കലും കീർത്തിയെ ഇഷ്ടപ്പെടാൻ കഴിയില്ലേ മോനെ? ഒരുപാട് വെറുക്കാനും
പല കാരണങ്ങൾ കൊണ്ട് അകർത്തി നിർത്താനും പല തവണ ശ്രമിച്ചതാണമ്മ. പക്ഷെ അപ്പോഴൊന്നും എനിക്കതിന് കഴിയാത്ത പോലെ. മനസ്സുകൊണ്ട് അവൾക്കൊരു ജീവിതം കൊടുക്കണമെന്നും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ശരീരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അമ്മ പറയണം അവളോട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ. ഒരു ചുവരിനപ്പുറം എല്ലാം കേട്ടുനിന്ന കീർത്തിയുടെ ചുണ്ടിൽ അതിമനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ആ മനസ്സിൻ്റെ കോണിൽ എവിടെയോ തനിക്കൊരു സ്ഥാനമുണ്ട്. ഇനി ഒരിക്കലും ഇറക്കി വിട്ടാൽ പോലും ഞാൻ നിങ്ങളിൽ നിന്നും തിരികെ പോകില്ല അരുണേട്ടാ. അവൾ അന്നേരം മനസ്സിൽ ശബ്ദമെടുത്തു.